വാസ് ഗുഡ് വാസ് നന്നായിട്ടിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല കോമഡി ആയിട്ടിരുന്നു. സെക്കൻഡ് ഹാഫ് സെൻറ്റിമെൻ്റായിട്ട് പോയിട്ട് മൂവി നന്നായിട്ടിരുന്നു. നന്നായിട്ടുണ്ട്. നല്ല മൂവിയാണ്. ഒക്കെ കാണാൻ പറ്റും. താങ്ക് യു. സൂപ്പർ 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 പെർഫോമൻസ്. കോമഡി, എമോഷണൽ, ഭയങ്കരം, എല്ലാം സൂപ്പറായിരുന്നു. നല്ലോണം അടിപൊളി. നല്ലോണം നല്ല അഭിനയവും എല്ലാവരും നല്ല അഭിനയവും. ലാസ്റ്റൊക്കെ അടിപൊളിയാണ്. എല്ലാ വർക്കെല്ലാം ചെയ്തേക്കുന്ന അടിപൊളിയാണ്. എല്ലാവരും കോമഡി അവസാനം സീരിയസ് ആവും. കാരണം നല്ല പടവും അടിപൊളിയാണ്. നല്ലൊരു ക്ലാസിക് പടമാണ്. കലാമൂലിയുടെ ഫിലിമാണ്. ക്ലാസിക് പടമാണ്. പിന്നെ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ജോമോൻ ജ്യോതിരാണെങ്കിലും ഇന്ദ്രൻസ് ആണെങ്കിലും ശോഭിക്കലനായാലും. നല്ല ഡയറക്ഷനാണ് ജോൺ പോൾ ജോർജിൻ്റെ. യാതൊരു ലാഗ് അങ്ങനെയൊന്നുമില്ല. സിനിമയ്ക്കുള്ള സിനിമയാണ്. സിനിമക്കാർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു മൂവിയാണ്. യാതൊരു നെഗറ്റീവ് ഞാൻ കാണുന്നില്ല. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, പടം വിജയിപ്പിക്കുക. ഇൻഡസ്ട്രി സെറ്റിൽ കയറ്റണം. ഇപ്പോൾ ഒരുപാട് നല്ല റോൾസ് വിളി ചെയ്യുന്നുണ്ട്. നന്നായി ചെയ്യുന്നുണ്ട്. മറ്റേ ജോമോൺ തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ട് നല്ല പെർഫോമൻസാണ്. കേന്ദ്ര കഥാപാത്രം ഇന്ദ്രൻസ് തന്നെയാണ്. പക്ഷേ ഇന്ദ്രൻസിനൊപ്പം തന്നെ ജോമോൺ ഉണ്ട്. ജോമോൺ കോമഡി മാറി സാധനം ചെയ്യുന്നു. പക്ഷേ ഇതിൽ കോമഡി സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഉണ്ട്. സിനിമയ്ക്കുള്ള സിനിമയാണ്. കുതിരനാത്താൽ പോലെ എല്ലാവർക്കും നല്ലൊരു മൂവിയാണ്. എറണാകുളത്തുള്ള ഒരുപാട് സിനിമക്കാർ അവർക്കുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടമായി. കോമഡി സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഉണ്ട്. എല്ലാം ഒരു ജോണറുള്ള ഫിലിമാണ്. സൂപ്പർ നല്ല പടം. എന്താ കുഴപ്പമില്ല. നല്ലൊരു അവതാരണം. ഓക്കെ ഭയങ്കര ആഗ്രഹിച്ച് കിട്ടിയൊരു പടമാണ്. സാറിൻ്റെ പടം നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഇതിലെ പാട്ടുകൾ എനിക്ക് മെൻഷൻ ചെയ്തേ പറ്റൂ. ഇതിലെ ഓരോ വരികളും, എല്ലാ പാട്ടിൻ്റെ ഓരോ വരികളിലും ഒരു ലൈഫുണ്ട്. നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് തന്നെ ഓരോ വരികളിലും പൊളിച്ചിരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഈ പടം വളരെ ഇമോഷണലാണ്. എനിക്ക് ഭയങ്കര കണക്റ്റഡാണ്. കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ആരാധിക എന്ന് പറഞ്ഞ പാട്ട് ഞാൻ എപ്പോഴും കേൾക്കുന്നത്. അപ്പം ആ പാട്ട് പാടിയ ആളുടെ പടത്തിൽ, ആ പാട്ടിൻ്റെ ഡയറക്ടറുടെ സിനിമയിലെ ഒരു സിനിമ, പിന്നെ ആഷ്ലി ഇതിൽ ഷാജി എന്ന് പറഞ്ഞ അസിസ്റ്റൻറ്റ് ഡയറക്ടർ റോൾ ചെയ്തത്. ഞാൻ സിനിമ തുടങ്ങുന്ന സമയം തൊട്ട് ആഷ്ലി എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റായ സമയം തൊട്ട്. അപ്പം 2 പടം ഞങ്ങളത് ഓണായിട്ട് വർക്കായിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അങ്ങനെ ഒരുപാട് ഇമോഷണൽ കണക്ഷനുള്ള പടമാണ്. പിന്നെ ഡബിൾ റോൾ കിട്ടി പടത്തിൽ. പടം നല്ല പടമാണ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണം. VFX ഒക്കെ മലയാള സിനിമയിൽ വേറൊരു ലെവലിൽ ഉള്ള പടമാണ്. എനിക്ക് തോന്നുന്നു സിനിമാക്കാർക്ക് മാത്രമല്ല